അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഭ്രാന്തായാൽ എന്ത് സുഖം, സക്കറാത്തുൽ മൗത്ത് എന്ത് രസം. അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയ കീഴടക്കിയ, സോഷ്യൽ മീഡിയയിൽ തരംഗമായ, വൈറലായ, കേൾക്കാൻ നല്ല രസമുള്ള മനോഹരമായ സൂഫി ഗാനം. സംഭവം ഈ ഒരു ഗാനം രചന നടത്തുന്നതും ഇത് ആദ്യമായി ആലപിക്കുന്നതൊക്കെ ജാബിർ സുലൈമാണ്. ഇത്തരത്തിലുള്ള ധാരാളം സൂഫി ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ പാടിയിട്ടുമുണ്ട്. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ ഈ ഒരു ഇത്തരത്തിലുള്ള ഗാനങ്ങൾ നമുക്ക് ധാരാളം കാണാൻ വേണ്ടി കഴിയും. ഈ ഒരു ഗാനം തന്നെ ഏകദേശം അദ്ദേഹം 1 വർഷം മുമ്പ് രചന നടത്തി ആലപിച്ച് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത ഗാനമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ നോക്കിയാൽ ഈ ഒരു ഗാനമൊക്കെ കാണാൻ വേണ്ടി കഴിയും. ഈ ഒരു ഗാനത്തെക്കുറിച്ച് സൂഫി ഗാനം, ഇത്തരത്തിലുള്ള ഗാനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സൂഫി ഗാനം എന്നാണ് പറയുക. എന്ന് വെച്ചാൽ ഒരു സൂഫികളുടെ ചിന്തയിൽ അവരുടെ ആ ഒരു മാനസികാവസ്ഥയൊക്കെ വിശദീകരിക്കുന്ന ഒരു ഗാനം. അല്ലാതെ ഈ ഒരു ഗാനം എഴുതിയ ആള്, ഇത് ആലപിച്ച ആള് സൂഫിയാണ് എന്നൊന്നും പറയാൻ വേണ്ടി കഴിയില്ല. കാരണം ഇത് അദ്ദേഹം ആലപിച്ച് അദ്ദേഹം വീഡിയോ എടുത്ത് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു സൂഫി ഇപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമോ? അള്ളാഹു ആയാലും അദ്ദേഹത്തിന്റെ മനസ്സും കാര്യം നമുക്കറിയില്ല. ഏതായാലും സൂഫി ഗാനം എന്ന് പറയും. ഈ ലക്ഷദ്വീപുകാരനായ ലിറാർ അടുത്ത കാലത്ത് സൂഫി സിംഗറാണ്. അദ്ദേഹം ഈ ഒരു ഗാനം ആലപിച്ചപ്പോഴാണ്, അദ്ദേഹം ആലപിക്കുന്നത് ആരോ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തപ്പോഴാണ് ഇതാകെ തരംഗമായി മാറുന്നത്, എല്ലാവരും ഏറ്റെടുക്കുന്നത്. മുസ്ലിമീങ്ങളും അല്ലാത്തവരുമായ ആളുകളൊക്കെ ഈ ഒരു ഗാനം പാടുകയും അവരൊക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തതൊക്കെ ആയിട്ട് നമുക്ക് ധാരാളം കാണാൻ വേണ്ടി കഴിയും. ഏതായാലും ഇതേക്കുറിച്ച് അടുത്ത കാലത്ത് ചില ഉസ്താദ്മാരൊക്കെ, ചില ആളുകളൊക്കെ ചില വിമർശനങ്ങളും ഉന്നയിച്ചതൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ പ്രഭാഷകൻ തന്നെ ഭ്രാന്തായാൽ എന്ത് സുഖമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ഗാനത്തെ കുറ്റപ്പെടുത്തുന്ന രീതിയിലും സംസാരിക്കുന്നതൊക്കെ കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. സംഭവം ഞാൻ ആദ്യം പറഞ്ഞത് പാടിയ ആൾ അല്ലെങ്കിൽ എഴുതിയ ആൾ സൂഫിയാണ് എന്നുള്ള അഭിപ്രായമൊന്നുമില്ല. പക്ഷെ ആ വരികൾ ഒരു സൂഫിയുടെ മനോഭാവത്തിലൂടെ ചിന്തിക്കുമ്പോൾ ഭ്രാന്തായാൽ ഭയങ്കര സുഖമാണ്. എന്ന് വെച്ചാൽ ഭ്രാന്താവോ എന്നുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്ന ഒരു സൂഫി, അള്ളാഹുലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ മനസ്സിൽ അള്ളാഹ് എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അയാൾ വേറെ ഒന്നും കാണുന്നില്ല. അയാള് അള്ളാഹ് മാത്രമേ ഉള്ളൂ, മറ്റുള്ളതൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി. അയാൾ നമ്മുടെ മുന്നിലൂടെ നടക്കുന്ന സമയത്ത് നമ്മൾ അയാളെക്കുറിച്ച് ഭ്രാന്തൻ എന്നാണ് നമ്മൾ ചിന്തിക്കുക, അല്ലേ? അയാള് ചിലപ്പോൾ നമ്മുടെ മുന്നിലൂടെ അയാൾ നടക്കുമ്പോൾ ചിലപ്പോൾ അയാൾ എൻ്റെ മുന്നിൽ മറ്റു മനുഷ്യരുണ്ട് എന്നുള്ള രീതിയിലൊന്നും ആവില്ല. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അയാളുടെ മനസ്സിൽ അള്ളാഹ് എന്നുള്ള ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ അള്ളാഹിനെ കുറിച്ച് ചിന്തിച്ച് നമ്മൾ ജദിബിന്റെ ഹാലിലായി അല്ലെങ്കിൽ മജ്നൂനായി എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിലുള്ള ആളുകൾ, അവരുടെ മനസ്സിൽ അള്ളാഹിനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. അങ്ങനെ അള്ളാഹിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ആളുകളുടെ മരണസമയം, സക്രാത്തുൽ മൗത്ത്, അത് വളരെ മനോഹരമായിരിക്കും. അവർ അള്ളാഹിനെ മാത്രം ആലോചിച്ച് ജീവിച്ചവരാണ്. അപ്പോൾ നല്ല രീതിയിലുള്ളൊരു മരണം ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് അതിൽ അർത്ഥം വെക്കുന്നത്. ഇവിടെ ഈ ദുനിയാവിൽ എനിക്കെന്ത് സ്വന്തം, ഈ ദുനിയാവിൽ നമുക്ക് സ്വന്തമായിട്ടൊന്നുമില്ലല്ലോ, ദുനിയാവിൽ ഒന്നുമില്ല, ആകെയുള്ളത് ലൈലാന്റെ സുഗന്ധം. ഇവിടെ ലൈല എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പഠിച്ച റബ്ബാണ്. ഈ വഴിയിലൂടെ സഞ്ചരിക്കണം, ഈ വഴിയിലൂടെ പോകണം എന്നത് ലൈലാന്റെ നിർബന്ധമാണ്. എന്ന് വെച്ചാൽ ഈ ഭൂമിയിലൂടെ നമ്മൾ കടന്നു പോകണം, ഇത് അള്ളാഹുവിന്റെ നിർബന്ധമാണ്. പക്ഷേ ഇവിടെ നമ്മൾ മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഉള്ള ഒരു അർത്ഥത്തിലുള്ള ഒരു ഗാനാണത്. അപ്പോൾ അത് വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ കേൾക്കാൻ നല്ല രസമാണ്. പിന്നെ ഈ ലിറാറ് പാടുമ്പോൾ നല്ല കേൾക്കാൻ കുറച്ചുകൂടി ഒന്നും കൂടി രസമായി തോന്നിയിരുന്നു. ഈ ജാബിർ സുലൈം പാടുന്നതിനേക്കാളും കൂടി ഒന്നും കൂടി ഒരു മനോഹരമായി തോന്നി ലിറാർ ഈ ഗാനം ആലപിച്ചപ്പോൾ. ലിറാർ പിന്നെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു ദഫൊക്കെ ആയിട്ടൊക്കെ കൊട്ടിയിട്ടൊക്കെയാണ് പാടുന്നത്. ജാബിർ സുലൈം എന്ന് വെച്ചാൽ ഈ ഒരു പാട്ട് ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക ഒരു ലൊക്കേഷനിലൊക്കെ ചെന്ന് അങ്ങനെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ലിറാർ ആകുമ്പോൾ ലിറാറിന്റെ ആ ഒരു നാടൻ ശൈലിയിലാണ് ഒരു ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലൊക്കെ ചെന്നിരുന്ന് കൂട്ടുകാരൊക്കെ ഒത്തിങ്ങനെ ഈ ഒരു പാട്ട് പാടുന്നു. ലിറാറിന്റെ തരത്തിലുള്ള ധാരാളം പാട്ടുകളും കാണാൻ വേണ്ടി കഴിയും. ഏതായാലും വളരെ മനോഹരമായൊരു ഗാനമാണ്, നല്ല കേൾക്കാൻ നല്ല രസമുള്ളൊരു ഗാനം.